ഷിഗല്ല ജാഗ്രതയിലാണ് ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും. കോഴിക്കോട് 3 പേർക്കും കണ്ണൂരിൽ 2 പേർക്കും പുതിയതായി രോഗം സ്ഥിരീകരിച്ചുവെന്ന വാർത്ത വരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അജി കുഞ്ഞുമൻ തത്സമയം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അജി, ഗുഡ് മോർണിംഗ്. ഈ ഷിഗല്ല രോഗത്തിൻ്റെ കൂടുതൽ വ്യാപ്തി മറ്റ് ജില്ലകളിലേക്ക് ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് 145 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഷിഗല്ല ബാധ ഏറ്റവും കൂടുതൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അതായത് 71 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരും തൃശ്ശൂരുമാണ് ഇതുവരെയും. കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് 3 ജില്ലകളിലാണ് ഷിഗല്ല രോഗം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നതും ഏറ്റവും ആശങ്കയുണ്ട്. കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ കുട്ടികൾക്കാണ് ഈ ഷിഗല്ല രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, ഒപ്പം തന്നെ സ്കൂളുകൾ ഒക്കെ കേന്ദ്രീകരിച്ച പരിശോധനകളൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പ് നടത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോഴും ഷിഗല്ല വ്യാപനം കൂടുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് SKN. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നിപ്പ രോഗബാധിതനായ 43-കാരൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ല. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗിക്ക് 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി മരുന്ന് ഇന്നലെ നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ് പറയുന്നിരിക്കുന്നത്. അതേസമയം ഈ കുറേ പേർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷണത്തിലുണ്ടായിരുന്നു. 45 ആരോഗ്യ പ്രവർത്തകരായിരുന്നു ഈ നിപ്പ രോഗ ബാധിതനായിട്ടുള്ള 43-കാരനുമായി സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ പരിശോധനാ ഫലമൊക്കെ പുറത്തു വന്നപ്പോൾ അതിൽ നെഗറ്റീവാണ് അവർക്ക് കാണിക്കുന്നത്. അത് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പുതിയ നിപ്പ കേസുകളൊന്നും തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കോഴിക്കോട്, രാമനാട്ടുകര, ഫറൂഖ് മേഖലകളിലൊക്കെ തന്നെയും ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഒരു വശത്ത് നിപ്പ ഉള്ളപ്പോൾ മറുവശത്ത് ഷിഗല്ല രോഗം വ്യാപനം തടയാൻ ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുള്ളത് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.